ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു മാമ്പഴക്കാലം കൂടി എത്തിയല്ലേ. അപ്പൊ നമുക്ക് നല്ല വൈറൽ ആയിട്ടുള്ള മാംഗോ സാഗോ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ചവ്വരി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ചവ്വരി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മാങ്ങ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് അതിന്റെ പൾപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെക്കറേഷന് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആൽമണ്ട് കട്ട് ചെയ്തതും മധുരത്തിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ മിൽക്കും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബദാം മിൽക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പശുവും പാലോ കോക്കനട്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വൈറലായിട്ടുള്ള ആ മാംഗോ കട്ടിങ് കൂടെ ഒന്ന് കണ്ടാലോ ഗൈസ്. അപ്പോൾ എല്ലാവരും മാംഗോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ഗൈസ് എൻ്റെ വൈറൽ മാംഗോ കട്ടിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൾപ്പില്ലേ, മാംഗോ പൾപ്പ്, അതിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ വേവിച്ച് വെച്ച സാബുദാന അല്ലെങ്കിൽ നമ്മുടെ ചവ്വരി സാഗോ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മാങ്ങയിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ മാങ്ങ ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പശുവും പാലോ കോക്കനട്ട് മിൽക്കോ അങ്ങനെ ഏത് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗായ്സ്. നമ്മുടെ അടിപൊളി മാംഗോ സാഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ല തണുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പം ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഡ്രിങ്കിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇനി പിറ്റേന്നാണ് ഇത് കുടിക്കാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തണുത്ത് കഴിക്കേണ്ടെന്ന് കരുതി അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ ഡ്രിങ്ക് നോക്കിയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരുന്നത് ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇതിലേക്ക് ടോപ്പിക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചോപ്ഡ് മാംഗോസും കുറച്ച് ആൽമണ്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഡെക്കറേഷന് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ടേസ്റ്റിംഗ് ടൈം ആയിരിക്കുന്നു ഗായ്സ്. ഞാൻ ഇതിനൊരു ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ ഞെട്ടിച്ച് കൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അടിപൊളിയായിരുന്നു ഗായ്സ്. നിങ്ങളെല്ലാവരും മാംഗോ കയ്യിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്ര വെർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.